സൗകര്യമുള്ള സമയത്തേ കുഞ്ഞുണ്ടാകാവൂ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടായി കഴിഞ്ഞല്ലേ. ലൈംഗികത തെറ്റാകുന്നത് എങ്ങനെയാണ്? ഇത് മുഴുവൻ ഈ ജാതി സമൂഹങ്ങൾ ഉണ്ടാക്കിയതല്ലയോ. അവരുമായി ബന്ധം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന വഴിയാണ് ഉണ്ടായത്. ഈ ലൈംഗികമായ ത്വര ഉണ്ടാകുന്നത് ഒരു 10 വയസ്സിന് അപ്പുറത്തോട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്. ആ സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ കുഞ്ഞുണ്ടാകും, മെൻസ്ട്രേഷൻ വന്ന് നിനക്ക് അണ്ടം ഉണ്ടായി, നിനക്ക് സ്ഖലനം ഉണ്ടായി, നിനക്ക് കുഞ്ഞുണ്ടാകും. 18 വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൂടാന്നല്ല പഠിപ്പിക്കേണ്ടത്. ഏർപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് പഠിപ്പിക്കേണ്ടത്. അത് 18 വയസ്സ് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. ആളുകൾ തമ്മിൽ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും ലൈംഗികമായി പരിശോധിക്കാനും അനുവദിക്കാതിരിക്കേണ്ട കാരണം എന്താണെന്നാണ് പറയേണ്ടത്. നിയന്ത്രണങ്ങളാണോ വേണ്ടത്? എങ്ങനെയാണ് അറിഞ്ഞ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക വേണ്ടത്? ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഏതാണ് ന്യൂട്രീഷ്യസ് ആയ ഫുഡ്, ഏതാണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കേണ്ട സ്ഥലങ്ങളാണ്. വണ്ടി ഓടിക്കുമ്പം എന്തെല്ലാം സുരക്ഷിത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണം. തൊടുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ തൊടാൻ അനുവദിക്കാൻ ഇയാൾ പരിശീലിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് എന്നെ ഒരിക്കലും തൊട്ടുകൂടാന്ന് പഠിപ്പിച്ചിടത്തെല്ലാം വേറൊരു കല്യാണം കഴിച്ച ദിവസം തൊട്ട് തൊടാൻ പോകുമ്പോൾ ഇവൻ എന്ത് ഈ കാണിക്കുന്നതെന്നല്ലേ ആലോചിക്കാൻ പറ്റൂ. എവിടെയാണ് തൊടരുതെന്ന് പഠിപ്പിച്ച ഒരാൾ തൊടാൻ ശ്രമിച്ചാൽ സമ്മതിക്കുമോ? നമ്മൾ വലിയവർ കുട്ടികളെ തൊടുന്നതിനെ പറ്റിയാ പറയേണ്ടത്. കുട്ടികൾ തമ്മിൽ തൊടാതിരിക്കാൻ അനുവദിക്കാതിരിക്കേണ്ട കാര്യം എന്താ? രണ്ട് കുട്ടികൾ തമ്മിലും ഇഷ്ടം കൊണ്ട് പ്രണയിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് അനുവദിക്കാൻ പറ്റാത്തടത്ത് നമ്മൾ ചെന്ന് പെട്ടിട്ടുണ്ട്. ലൈംഗികത തെറ്റാണെന്ന ബോധത്തോടാണ് ഇന്ന് ഈ ലൈംഗിക വിദ്യാഭ്യാസക്കാർ പഠിപ്പിക്കുന്നത്. ഒരുപാടുമില്ല ഈ വിഷയമൊക്കെ പറയാൻ. ഇപ്പം ഈ ആൾക്കാർ നടത്തുന്ന ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലൈംഗികത വെറുത്തും പേടിച്ചിട്ടും ചെയ്യുന്ന ഒരു സാധനമായിട്ട് മാറും. മനോരോഗികളെ ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കും. വനിതാ സംവരണ ബില്ലുകൂടി പാസ്സാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതെന്നേ പാസ്സായില്ലൂ, 2 കൊല്ലം മുമ്പ് പാസ്സായല്ലേ. അല്ല, ഇപ്പൊ പുതിയ അത് ഒരു ബന്ധമില്ലല്ലോ. അത് അവന്മാരുടെ വിജയമാണ്, BJPക്കാരുടെ വിജയമാണ് ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് പറയുന്നതിന്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് 2 കൊല്ലം മുമ്പ് പാസ്സായതല്ലേ, യുനാനിമസ് ആയിട്ട് പാസ്സായല്ലയോ സ്ത്രീകളുടെ ബില്ല്. ആർക്കെങ്കിലും സത്യത്തിൽ എതിർക്കാൻ പറ്റുമോ? അതിനെ എതിർക്കാൻ പറ്റത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് എല്ലാവരും അന്ന് വോട്ട് ചെയ്തതാണ്, BJPക്കാർ കൊണ്ടുവന്നിട്ടാണ്. പക്ഷെ അവരത് നിയമമാക്കാതിരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ അത് സ്റ്റോർ വെച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യം അതല്ല. 530 സീറ്റുള്ളത് അതിനകത്ത് ഇത് നടപ്പാക്കാൻ പറ്റുമായിരുന്നല്ലോ 2 കൊല്ലമായിട്ട്. അത് നടപ്പാക്കാഞ്ഞേ എന്ന് പറയുന്നൊരു ചോദ്യമില്ലേ. അപ്പോൾ ഇപ്പം സ്ത്രീകളുടെ സംവരണ ബില്ലിനെതിരാണ് ഇതെന്ന് വരുത്താൻ വേണ്ടിയുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ട് അവർ ചെയ്യുന്ന ഒരു സാധനത്തിനകത്ത് കടിച്ച് നമ്മൾ കൊണ്ടേണ്ട കാര്യമുണ്ടോ? ഇത്രയധികം ആൾക്കാർ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത്രയധികം സ്ത്രീവിരുദ്ധമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു BJPയെയും ഒരു ഞാൻ ക്രിമിനൽസ് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത്? ചേട്ടൻ തന്നെ പറ. ഇത്രയധികം വീട്ടമ്മമാർ പൊറുക്കില്ല എന്നൊക്കെ പറയുന്നത്. ഏത് വീട്ടമ്മയാണ്? വീട്ടമ്മയായിട്ട് ഇരിക്കേണ്ടി വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. വീട്ടമ്മമാർ ഉറക്കത്തില്ലെന്ന് പറഞ്ഞാൽ വീട്ടമ്മയാകേണ്ട കാര്യം എന്താ? അതൊന്നും അല്ലല്ലോ എൻ്റെ സ്ഥലം. ഹിന്ദു താലിബാന്റെ സാധനം മാത്രമാണ് അതങ്ങനെ തന്നെ നമ്മൾ അറിയണം. അവർ നേരെ പോയിട്ട് ഒരു പാടുമില്ലാതെ അഫ്ഗാനിസ്ഥാൻ താലിബാനുമായിട്ട് ഒരു കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. പാകിസ്ഥാൻകാരനെ ഉപദ്രവിക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാണുന്നതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ അവിടുത്തെ മുസ്ലിങ്ങളോട് പ്രണയം വന്നിട്ടാണോ? അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണരുത്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ത്യക്കാർ ചെയ്യുന്നതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ കശ്മീരി മാത്രമാണല്ലോ ഈ ടെററിസ്റ്റുകൾ വരുന്നത്. അത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. പക്ഷെ ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ട് അറിയുന്നവർക്കാണെങ്കിൽ നമുക്കിതെല്ലാം കാണാം. എല്ലാ വലിയ രാജ്യങ്ങളും ഇപ്പം നമുക്കറിയാം, ബംഗ്ലാദേശിന് സപ്പോർട്ട് കൊടുത്ത് അവിടുത്തെ മൂവ്മെൻറ്റിന് സപ്പോർട്ട് കൊടുത്ത് പാകിസ്ഥാനെ തോൽപ്പിച്ച് ആ പാകിസ്ഥാൻകാരനെ അവിടുന്ന് മാറ്റി ബംഗ്ലാദേശുകാർക്ക് കൊടുക്കുമ്പോൾ അത് ഇന്ത്യക്ക് അനുകൂലം. പക്ഷേ അവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഐഡൻറ്റിറ്റി കാരണം ഇന്ത്യക്കാർക്കെതിരായി തീർന്ന സ്ഥലമായിട്ട് അത് മാറി. ഇപ്പോൾ മോദി ഈ ബില്ലിനുള്ള പരാമർശങ്ങൾക്കുള്ള പ്രതികരണ വീഡിയോ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമ്മമാർ പൊറുക്കില്ല എന്നുള്ള വീഡിയോ ഒക്കെ അദ്ദേഹം ചെയ്യുന്ന ഓൾറെഡി റെക്കോർഡായിട്ട് പ്രീ റെക്കോർഡായിട്ട് ഒരു വീഡിയോ മെസ്സേജ് അങ്ങ് വരിക ചെയ്യുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തിട്ടേ ഇല്ല അദ്ദേഹത്തിന്റെ കാലയളവിൽ. അതായത് ഒരു ഒരു പത്രസമ്മേളനം മൻ കി ബാത് നടത്തിയെന്നല്ലാതെ ഒരു പത്രസമ്മേളനം അതിന് ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ? അസ്വാഭാവികതയില്ല. ഒരു ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാള് അത് വെറുതെ നോക്കിയാൽ മതി. ഗുജറാത്ത് കലാപം കഴിഞ്ഞിട്ട് മോദി ഇന്റർവ്യൂ ചെയ്ത് അവിടെ നിന്ന് എണ്ണീറ്റ് അയാൾ പോയില്ലേ? അതാണ് അവസാനത്തെ ഇന്റർവ്യൂ.
അങ്ങനെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളിന്റെ മുന്നിൽ ഇരുന്നാല് ഇറക്കും. ഈ ഉണ്ടാക്കിയ ഇമേജ് എന്ന് പറയുന്നത് ഒരു ശുദ്ധ അസംബന്ധം പിടിച്ച ഒരു മനുഷ്യൻ മാത്രം അയാള്. ആ ഇരിക്കുന്ന ആളിനെ ഈ കാണുന്ന ഇമേജ് മുഴുവൻ ഈ അമേരിക്കയിൽ ഇരുന്ന വളരെ അവിടുത്തെ പട്ടേലന്മാരുണ്ടാക്കിയതാണ് മോദിയെ. ഓക്കേ. ഈ ഈ ഗുജറാത്തിൽ നിന്ന് പോയ പണക്കാരാണ് അമേരിക്കയിലെ ജൂതന്മാര് കഴിഞ്ഞ ഏറ്റവും വലിയ ലോബി അവരാ. ഓഹ്! അങ്ങനെയാണ് ഈ ഹൗഡി മോഡിയൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അവിടുന്ന് നിർമ്മിച്ചതാണ്. ആദ്യം ഗുജറാത്ത് ഇഷ്യൂ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം സമരം ചെയ്തും ബഹളം വെച്ചും ഇന്റർനാഷണൽ ആയിട്ട് പറഞ്ഞിട്ടാണ് മോദിക്ക് ഇന്ത്യക്ക് പുറത്ത് പോകാൻ പറ്റാതെ കുറേ നാൾ വിസ ഇല്ലാതിരുന്നതാണ്. അത് മുഴുവൻ അവിടെ ഇരുന്ന് ഈ പട്ടേലന്മാർ വളരെ കൃത്യം നിങ്ങൾ വെറുതെ അവിടെ പോയാൽ മതി. ആ അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പണക്കാർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അതൊരു വലിയൊരു സംഘം വലിയൊരു ആണ്. അവിടുന്നാണ് നമ്മൾ ഈ 2014 ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ മുഴുവൻ ഉണ്ടായത്. അവരാണ് മോദി എന്ന് പറയുന്ന ഇമേജ് ബിൽഡ് ചെയ്തത്. അല്ല മോദിക്ക് 4 അക്ഷരം ഒന്നിച്ച് പറയാൻ അറിയാവുന്ന ആളല്ല ഒരു കാര്യത്തിനകത്ത്. ആകെ കോൺഗ്രസ് വിരോധം പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് മോദി നല്ല ഉഷാറാകുന്നത്. വേറെ ഏതെങ്കിലും വിഷയം പറഞ്ഞാൽ അപ്പം നമ്മൾ വെള്ളത്തിലായി പോകും. കെട്ടിപ്പിടിച്ചാണ് അയാൾ പരിഹരിച്ചിട്ടുള്ളത് ഈ നേതാക്കന്മാരെ. അവർക്ക് തമാശയായിട്ടാണ് അവർ കാണുന്നത്. അ ട്രംപ് അയാളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് കണ്ടാൽ മതി. പറയുന്ന വരികൾ കേട്ടാൽ പോരെ. നമുക്ക് അപമാനിച്ചു പോകും. നമ്മൾ തകർന്നു പോകത്തില്ലേ? നമ്മൾ മോദിയോട് ഐഡന്റിഫൈ ഒരു ചെയ്യാത്തതുകൊണ്ട് കോമാളിത്തരമുള്ള പോലെയാണോ അവര് അഭിസംബോധന ചെയ്യുന്നത്? അയാൾ എപ്പോഴും പറയത്തില്ലേ, ഞാൻ പറഞ്ഞിട്ടാണ് അയാൾ അത് നിർത്തിയതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞു കളയുന്നില്ലേ? പാകിസ്ഥാനുമായിട്ട് 3 ദിവസം യുദ്ധം പെട്ടോന്ന് നിന്ന് അത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അയാൾ ക്ലെയിം ചെയ്യുമ്പോൾ ഇവിടുന്ന് ആരും മിണ്ടുന്നില്ല. നമ്മൾ കുഴഞ്ഞു പോയില്ലേ? അതുപോലത്തെ ഓരോന്ന് റഷ്യയിൽ നിന്ന് നാളെ തൊട്ട് നിങ്ങൾ മേടിച്ചോ എന്ന് പറയുമ്പോൾ അത് മിണ്ടാതിരുന്ന് അനുഭവിക്കുകയല്ലേ? അപ്പം നമുക്ക് തോന്നും നമ്മൾ ഇന്ത്യൻ പൗരനാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് ഇയാൾ ആക്ഷേപിക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാതെ നമുക്ക് അത്രത്തോളം ഡിസ്റ്റൻസ് ഈ മോദിയുടെ ഇമേജിനോടുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകും. അപമാനിതമായ ഒരു മനുഷ്യനെയാണ് നമ്മളെല്ലാവരും കാണുന്നത് ഇന്റർനാഷണലായിട്ട്. ഇപ്പൊ തന്നെ ഈ ഇറാനും അമേരിക്കയായിട്ടുള്ള ഡിസ്കഷനകത്ത് ഇന്ത്യക്ക് പാർട്ടില്ലാതായി പോയില്ലേ? ഇന്ത്യ ഇപ്പൊ ഒന്നും പറയേണ്ടതില്ല എന്നൊക്കെയാ പറയുന്നത്. അത് പാകിസ്ഥാനിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നേ? അവരല്ലേ അത് പ്ലേ ചെയ്യുന്നേ? എത്ര അതൊക്കെ ആ റോളൊക്കെ പോയില്ലേ? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ബ്രിക്കിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരല്ലേ? നമ്മളല്ലയോ അത് നടത്തണ്ടേ? ആ റോള് മുഴുവൻ പോയി. അതിന് സ്ഥലമില്ല. അമേരിക്കയുടെ എക്സ്റ്റൻഷനായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ട്രംപ് അധികാരത്തിലേറുമ്പം അംബാനി പോകുന്നത് അതുകൊണ്ടാ. ഈ ഇപ്പൊ മോദി മാധ്യമങ്ങളെ കാണാത്തതുപോലെ പിണറായി വിജയൻ കുറച്ചധികം മാധ്യമങ്ങളെ കാണുന്നതുകൊണ്ട് ഈ ധാർഷ്ട്യക്കാരൻ ഇമേജ് കൂടി കുറച്ചുകൂടി വന്നിട്ടുണ്ട്. അല്ല അത് ഈ പിണറായി വിജയന്റെ ധാർഷ്ട്യം അങ്ങനെ ഒരു മുഖമുദ്ര അത് പിണറായി തോന്നുന്നുണ്ടോ? വിജയന് ധാർഷ്ട്യം ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ട്. ആ. പക്ഷെ അതുകൊണ്ടൊന്നും അയാൾ മറ്റുള്ള മേഖലകളിലുള്ള അയാളുടെ വർക്ക് മോശമായേക്കുന്ന കാര്യമൊന്നുമല്ല. ജനാധിപത്യപരമായി അയാൾ പെരുമാറാൻ പഠിക്കേണ്ടതുണ്ട്. അതിനൊന്നും എനിക്കൊരു സംശയമില്ല. ഉം. അത് ഇപ്പൊ തുടങ്ങിയ ഈയിടയ്ക്ക് ഈ മുഖ്യമന്ത്രി ആയപ്പോൾ തുടങ്ങിയൊന്നുമല്ല. എം.വി. രാഘവനെയും ഞാനിത് കണ്ടിട്ടുള്ളതാണ്. ഓ. നമുക്ക് അന്ന് പോയിട്ട് സംസാരിക്കാനൊക്കത്തില്ല. ഈ മനുഷ്യരുടെ ആ ധാർഷ്ട്യത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിയാണെന്നുള്ള ഒരു ബോധ്യം ഉള്ള ഒരു പാർട്ടിയായിട്ട് അത് നിൽക്കുന്നുണ്ട്. ചിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് CP ജോൺ പറഞ്ഞിട്ടുള്ളൊരു സമയമുണ്ട്. എം.വി. രാഘവനെ ഇങ്ങനെ മാറിയിട്ട് ചിരിക്കുന്ന ഒരു പടം വയ്ക്കാനായിട്ട് ഇലക്ഷൻ ഇയാളൊന്ന് ചിരിക്കണ്ടേ? കാരണം മറ്റേ സ്കൂളിലാണ് ട്രെയിൻഡ് ആയിട്ടായിരുന്നു. ചിരിക്കാതിരിക്കും. അങ്ങനെ വന്നിട്ടുള്ള ഒരു സാധനമുണ്ട്. അവിടുന്ന് കുറച്ച് ചിരിക്കുന്ന പിണറായി വിജയൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. താരതമ്യേന മെച്ചമാണ്. പണ്ടത്തെ അവസ്ഥയൊക്കെ വെച്ച് വെച്ച് നോക്കിയാലൊക്കെ അവരെല്ലാം മെച്ചമാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് നേതൃത്വം എന്ന് പറയുന്നത് ഒരാളിലേക്ക് മാറുന്ന ഒരു ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന. അങ്ങനെയല്ല പാർട്ടി പറയുന്ന ഇപ്പോഴും പിണറായി പ്രസംഗിക്കുന്നത് സംസാരിക്കുമ്പോൾ പാർട്ടി പറഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. കളക്റ്റീവായിട്ട് തീരുമാനം എടുക്കുന്നതിനെ തന്നെ മുന്നേ നിർത്തി തന്നെ അവർ സംസാരിക്കുന്നതൊക്കെ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടെ പിണറായി മന്ത്രിസഭ പിണറായി 1, 2, 3 എന്നൊക്കെ പറയും. ഇയാൾ തന്നെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയും. അല്ലാതെ മൂന്നാമത്തെ അവർ LDF ജയിച്ചാൽ ആരായിരിക്കും ആകുന്നതെന്നല്ലേ ചോദിക്കണ്ടേ? ഇയാൾ 3 എന്നാണല്ലേ എന്നോട് ചോദിക്കുന്നത് തന്നെ. നമ്മളും കൂടെ ചേർന്നാണ് അത് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത്
ജനാധിപത്യ വിരുദ്ധത ഒരു സംഘടിതമായ ഏത് പ്രസ്ഥാനത്തിനും ഉണ്ടാവും. RSSകാർ ഇങ്ങനെ തന്നെയാണ്. സംഘടിതമായ ബലമുള്ള എല്ലാവരും ജനാധിപത്യ വിരുദ്ധരാണ്. അതിനൊന്നും ഒരു സംശയവും നമുക്ക് വേണ്ട. കോൺഗ്രസ് തന്നെ വല്ല ഗുണ്ടായിസത്തിന് വല്ല കുഴപ്പമുണ്ടായിരുന്നു, കുറവുണ്ടായിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ ആളുകളെ തല്ലിക്കൊന്നുകൊണ്ടിരുന്ന പ്രസ്ഥാനത്തിനെതിരായിട്ട് ഞാനൊക്കെ സമരം ചെയ്തിട്ടുള്ളതല്ലേ. കാശ്മീരൊക്കെ മരിച്ചു പോകുന്നത് അങ്ങനെയല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്ക് ഒരു സംശയമൊന്നും വേണ്ട. എവിടെയാണോ ബലമുള്ള ഏത് വിഭാഗം ഒരു സംഘടിതമായിട്ടുണ്ടായാൽ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കും. അത് അങ്ങനെ അല്ലെന്ന് വിചാരിക്കണ്ട. ജനാധിപത്യം എന്ന് പറയുന്നത് അത്ര വലിയ ബലമില്ലാത്തവരായാലും അപ്പോഴാണ് കൂട്ടായ്മയെ പറ്റിയും സഹകരണത്തിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. മുന്നണികൾ ഉണ്ടാകുന്നത് തന്നെയാണ് ശരി. ഏകകക്ഷി ഭരണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ്. മുന്നണി സ്വാഭാവികമായി ഉണ്ടായതാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മുന്നണികളാണ്. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളിനെ കേൾക്കേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ രാജാവിനെ മാറ്റിയത്? ഒരാളൊറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ പ്രിവി പേഴ്സും കൊടുത്ത് പെൻഷനും കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടത് എന്തിനാ? ഇപ്പൊ പലപ്പോഴും മൈത്രനായിട്ട് കുറച്ചുകൂടി വിശദമായിട്ടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റാവുന്ന കുറച്ച് നല്ല ഉത്തരങ്ങൾ ലഭിക്കും എന്ന് പറയുന്ന രീതിയാണല്ലേ സെക്ഷൽ വെൽനെസ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇന്റർനെറ്റ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഒരു പ്രസൻസും അതിൻ്റെ ഒരു വളർച്ചയൊക്കെ ഒരുപാട് കൂടിയതുകൊണ്ട് ആളുകളിൽ ഈ സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡാർക്ക് ഫാൻറ്റസികളും അതുപോലെ ആളുകളെ കീഴ്പ്പെടുത്തിയിട്ടും ആക്രമിച്ചിട്ടൊക്കെ സെക്സ് ചെയ്യുന്ന രീതിയിലുള്ള ട്രെൻഡുകളും ഒക്കെ അങ്ങനത്തെ സോഷ്യൽ മീഡിയ റീൽസുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് പങ്കാളിയെ കുറച്ചുകൂടി കീഴ്പ്പെടുത്തുന്നത് ഒരു രീതിയിൽ. അപ്പോൾ ഒരാൾ സബ്മിസീവ് ആവുക, മറ്റൊരാളെ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇതൊക്കെ വളരെ ട്രെൻഡായിട്ട് രൂപപ്പെടുകയും BDSM പോലുള്ള ഒരുപാട് പുതിയ ടെർമിനോളജീസ് ഒക്കെ ഡെവലപ്പായി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ സെക്ഷൽ ഇന്റർകോഴ്സിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കീഴ്പ്പെടുത്തലുകൾ, ബലപ്പെടുത്തലുകൾ അത് കുറച്ചുകൂടി ദോഷകരമായിട്ടുള്ള ട്രെൻഡായിട്ടാണോ നിരീക്ഷിക്കുന്നത്? ഞാൻ പറയുന്നത് നമ്മൾ എന്താണ് ദുരന്തർ. ആ ദുരന്തറിന്റെ കൂടെ ഇച്ചിരി സെക്സ് ചേർത്താൽ മാത്രമല്ലേ അവർ ചെയ്യേണ്ടുള്ളൂ. ആ അത്രയേ ചെയ്യുന്നുള്ളൂ. പുരുഷന്മാരുടെ ഫാൻറ്റസിയാണ് അത്. സമൂഹത്തിന്റെ വേദിയാണ്. അവിടെ ജനാധിപത്യമൊന്നും ഈ ഇന്റർനെറ്റിനകത്ത് രഹസ്യമായി ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാധനത്തിനും സ്പേസ് ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളതേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഈക്വലായിട്ട് പെരുമാറാൻ അവർ ഒരു കാലത്തും ട്രെയിൻഡ് അല്ല, പഠിച്ചിട്ടില്ല, ശീലിച്ചിട്ടില്ല. ട്രൈബിനകത്ത് അങ്ങനെയല്ലായിരുന്നു. അമ്മമാർ നടത്തിയിരുന്നതായിരുന്നു എല്ലാ ട്രൈബും. അല്ല ഈ ഗോത്ര തലവന്റെ സ്ഥലമാണെന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പറയും. അങ്ങനെയല്ല. ഒരു കൂട്ടം അമ്മമാരുടെ ഇടയിലാണ് അതുണ്ടായിരുന്നത്. അവിടുന്നാണ് ഈ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹങ്ങൾ രൂപപ്പെട്ടു വന്നത് മുഴുവൻ കൃഷിയോട് ബന്ധപ്പെട്ട്. ഈ ബലം എന്ന് പറയുന്നത് പരസ്പരം പോരാടാനല്ലെന്നും അത് സ്ത്രീകളെ കീഴടക്കാനാണെന്ന് വരുന്നത് സകല സ്ഥലത്തും ഈ കൃഷിക്കാരുണ്ടാക്കിയ ഒരു വാല്യൂ ആണ് നമ്മൾ ഈ കാണുന്ന പുരുഷന്മാരുടെ ലോകം. അതുകൊണ്ടാണ് ഫാൻറ്റസികൾ മുഴുവൻ അങ്ങനെ സ്ത്രീകൾ പ്രോപ്പർട്ടിയായി മാറി, അല്ലാതെ മനുഷ്യരല്ല. ഇപ്പോൾ ഒരു ഇവിടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് മനുഷ്യൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ അവളുടെ പടം വരയ്ക്കത്തില്ല, ഒരു പുരുഷൻ്റെ പടമായിരിക്കും വരയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ മാറിപ്പോയി. മനുഷ്യരെന്ന് പറഞ്ഞ പുരുഷൻ, അങ്ങനെയാണ് മനുവിൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ മനുഷ്യരെന്ന് പറഞ്ഞ പുരുഷൻ എന്നുള്ള അർത്ഥമായിപ്പോയി. മാൻ ഗൈൻഡ് എന്നല്ലേ പറയുന്നത്, ഹ്യൂമൻ ഗൈൻഡ് എന്നല്ലല്ലോ പറയുന്നത്. മാൻ ഗൈൻഡ് എന്നാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. മാൻ ഈസ് എ മെഷർ ഓഫ് തിങ്സ് എന്നൊക്കെ പറഞ്ഞ എല്ലാം അങ്ങനെയല്ലേ പറയുന്നത്. പഴയ കാലത്തെ ഏത് മഹാമാനെ എടുത്താലും ഈ പുരുഷന്മാർക്ക് വേണ്ടി പറയുന്നവർ തന്നെയാണ്. സകല ഫിലോസഫി നിങ്ങൾ നോക്ക്, പുരുഷനായ എത്തിയാലേ പറ്റുള്ളൂ. സ്ത്രീകളായ ആരും അങ്ങെത്തത്തില്ല. മോക്ഷം മുഴുവനും പെണ്ണുങ്ങളിൽ നിന്ന് മോക്ഷം മേടിക്കുന്നതാണ് അവസാനത്ത്. സ്ത്രീകള് കാമരൂപിണിയായി വന്ന് അയാളെ വശീകരിക്കുന്ന കഥയാണ്. ബുദ്ധനെയൊക്കെ എഴുതി വെക്കുന്ന കഥയ്ക്കകത്ത് എന്താ ഉള്ളത്? കംപ്ലീറ്റ് സ്ത്രീവിരുദ്ധമായിട്ടുള്ള സാധനമല്ലേ അതല്ലേ. അതിപ്പോ തുടങ്ങിയതല്ല. അതിന്റെ ഫിലോസഫി അതിന് ഇനി അറ്റത്ത് വന്നിരിക്കുന്ന ഇപ്പൊ ഈ ഇന്റർനെറ്റ് ഉണ്ടായപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ഭിത്തി ഉണ്ടായി. പണ്ടാണെങ്കിൽ നമുക്ക് കക്കൂസേ ഉണ്ടായിരുന്നുള്ളൂ എഴുതാൻ. ഇപ്പോൾ നമ്മൾ ട്രെയിനകത്ത് കയറിയ കക്കൂസിൽ എഴുതുന്നേ ഇല്ല. കാരണം അതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വന്തം വാള് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കരിക്കട്ടയായിട്ട് നടക്കണ്ട. നിങ്ങൾ ഈ ഇടയ്ക്ക് ഒരു സിനിമ എന്താ വാഴയോ, അതിനകത്ത് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഭിത്തിയെ പറ്റിയാണ് കാണിക്കുന്നത്. ഇന്നത് സോഷ്യൽ മീഡിയയിലാണ് കാണിക്കേണ്ടത്. ആ സിനിമ ആ ലെവലിൽ അതൊരു പഴഞ്ചനാണ്. ഭിത്തിക്ക് എഴുതി വയ്ക്കുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതാണ് എടുക്കേണ്ടത്.
വാഴ പുതിയതാകണമെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഭിത്തി എന്ന് പറയുന്നത് സ്വന്തമായി കിട്ടുകയും അവിടെ എന്തും എഴുതാൻ പറ്റുമെന്നുള്ളത് വന്നതോടെ, അത് പ്രത്യേകിച്ചും ഭാഷ എല്ലാവരും മോണിറ്റർ ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിൽ നിൽക്കുന്ന തരത്തിൽ ഇൻ്റർനാഷണലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കാരണം കൊണ്ടൊക്കെ അതിന് സ്പേസ് ഉണ്ടായിപ്പോയി. ഇപ്പം ഞാനിരുന്ന് മലയാളത്തിൽ സംസാരിച്ചാൽ എന്നെ ഉടനെ ട്രംപ് വന്ന് ക്ലിപ്പിടത്തില്ല എന്ന് പറയുന്ന പോലുള്ള സ്പേസ് കിട്ടി എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ അതേ സ്പേസ് തന്നെയാണ് ഈ മനുഷ്യർക്കെല്ലാം ഉള്ളത്. അതിനകത്തൊരു ജനാധിപത്യപരമായിട്ടുള്ളൊരു വശം അതിന് സത്യത്തിലുണ്ട്. ആർക്കും എന്തെങ്കിലും അവർ പറയാൻ ഉള്ളത് എഴുതാനും നമ്മുടെ തന്നെ ലൈവ് പോയി പറയാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിപ്പോയെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു ജനാധിപത്യം. പക്ഷേ അതാണ് അവർ AI ഉപയോഗിച്ച് മോണിറ്റർ ചെയ്ത് അത് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്തായാലും കൂടെ ഈ നടക്കുന്ന സംസാരം 5 വർഷം കഴിഞ്ഞ് കാണാനുള്ള സാധ്യത കുറവാണ്. തൻ്റെ ഇതൊക്കെ പൂട്ടിപ്പോവും. എന്നെയൊക്കെ വിളിച്ച് സംസാരിപ്പിക്കുന്നത് എനിക്ക് നല്ലതല്ല. ഈ എയുടെ ഒരു കടന്നുകയറ്റം കാരണം കൊണ്ട് AI അല്ല കടന്നത്. ഈ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. AI തന്നെത്താൻ എങ്ങൊന്നും വരുന്നില്ല. അതിന് സ്വന്തം ജീവനില്ല. ശരിയാ. വെറുതെ അങ്ങനെ പറയരുത്. തോക്ക് വന്ന് വെടിവെച്ചെന്ന് പറയുന്ന പോലെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, AI ടെക്നോളജി AI ടെക്നോളജി ആൾക്കാർ മറ്റുള്ളവരെ മാനസികമായി എങ്ങനെയാണോ ഗെയിമിലൂടെ കീഴടക്കാൻ പറ്റുന്നത് പോലെ നമ്മളെ മോണിറ്റർ ചെയ്യാൻ അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് വരുന്നത്. ഒരുപാട് പേരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെന്തിനാണ് തൊഴിൽ ചെയ്യേണ്ട ആവശ്യം? അടിമകളുടെ യുക്തിയാണ് ഈ തൊഴിൽ ചെയ്യണമെന്ന്. എന്ത് കാരണം കൊണ്ടാണ്? ഏതെങ്കിലും മുതലാളിയുടെ മക്കള് ജോലി ചെയ്തിട്ടാണോ അവർ ആ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്? അല്ല. അതെന്താ അങ്ങനെ പറ്റുന്നത്? അങ്ങനെ ചെയ്യണ്ടേ? തൊഴിൽ ചെയ്തിട്ട് വേണമല്ലോ നമ്മളെല്ലാം തിന്നാൻ. അങ്ങനെയാണെങ്കിൽ മുതലാളിമാരുടെ മക്കളെല്ലാം എങ്ങനെ തിന്നും? അങ്ങനെ ആവശ്യമൊന്നുമില്ല. നമ്മൾ 18 മണിക്കൂർ പണിയെടുത്തവരായിരുന്നു അടിമകൾ. അപ്പോൾ അവർ ഏറ്റവും വലിയ പണക്കാരായി മാറണ്ടേ? അവരായില്ല. അതെന്താ ആകാഞ്ഞേ? അധ്വാനിച്ചാൽ ഉണ്ടാകുമല്ലോ. അങ്ങനെയല്ലേ പറയുന്നത്? അധ്വാനിച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ സ്വത്തുകാരാകും. അതാണല്ലോ ഈ എന്താ പറയണ നമ്മുടെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ലേവ്സും ഏറ്റവും വലിയ പണക്കാരായി മാറിയാണ്. കാരണം 18 മണിക്കൂറോളം പണിയെടുത്തിട്ടുണ്ട്. ആകത്തില്ല. അത് നമ്മളറിയണം. അടിയാളർ 16 മണിക്കൂർ പണിയെടുത്തിട്ടുള്ളവരാ. അവരെന്താണ് പണക്കാരായി മാറാഞ്ഞാൽ? തൊഴിലാളികൾ അത് കഴിഞ്ഞ് 8 മണിക്കൂർ പണിയെടുക്കുന്നവരുടെ സമരം ചെയ്താണ് 8 മണിക്കൂറാക്കിയത്. ആ 8 മണിക്കൂർ പണിയെടുത്താലും അപ്പോഴും അവരും ഏറ്റവും വലിയ പണക്കാരായി മാറണമല്ലോ. അതെന്താ അവരൊന്നും ആകാഞ്ഞ്? അപ്പം നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മെഷീൻസ് വന്നാലോ നമ്മുടെ എന്താണ് പണിയുടെ അളവ് കുറയാനാണ് ഇതെല്ലാം ഉണ്ടാകേണ്ടത്. അങ്ങനെയാ മനസ്സിലാക്കണ്ടേ. 2 മണിക്കൂറായിട്ട് 1 മണിക്കൂറായിട്ട് പണി ചെയ്യുന്നവർ മാറണ്ടേ? നമ്മളെ സഹായിക്കാൻ ഉണ്ടാകുന്നതല്ലേ ഈ മെഷീനല്ല. നമ്മൾ അപ്ഗ്രേഡഡ് ആവുക വഴിയുള്ളൂ. നമുക്ക് ഈ തരത്തിലുള്ള പണികൾ എന്തിനാ നമ്മൾ ചെയ്യേണ്ട ആവശ്യം എന്താ? 1 മണിക്കൂർ പണിയെടുത്താൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതിനേക്കാളും വലിയ ശമ്പളം തരാൻ പറ്റും. അത്രത്തോളം ധനം ഉണ്ടാകും. ഉണ്ടാകുന്ന ധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അല്ലാതെ ഇയാളുടെ തൊഴിൽ നമ്മളെന്തിനാ ഈ തൊഴിലാളികളായിട്ടിരിക്കേണ്ട ആവശ്യം എന്താ? അത് അടിമകളുടെ ബോധം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അധ്വാനിക്കുക, ഇഷ്ടമുള്ളത് ചെയ്യുന്നതിനാണ് അധ്വാനം എന്ന് പറയുന്നത്. അധ്വാനം വിൽക്കുന്നതിനാണ് തൊഴിലെന്ന് പറയുന്നത്. അധ്വാനം എന്തിനാ നമ്മൾ വിൽക്കേണ്ട ആവശ്യം? ശരിയാണ്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കുരങ്ങ് മരത്തെ കയറുന്നത് തൊഴിലാണോ? അല്ല. അതാണ് അധ്വാനം എന്ന് പറയുന്നത്. ഒരു കൃഷിക്കാരൻ അയാൾ ഭൂമിയിൽ ചെയ്യുന്നത് അധ്വാനമാണ്. പക്ഷെ കർഷക തൊഴിലാളി ചെയ്യുന്നത് ജോലിയാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ഉണ്ടായ തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടത്തില്ല. അധ്വാനം വിറ്റ ആളാ. ഇതാണ് വ്യത്യാസമായിട്ട് അറിയേണ്ടത്. അല്ല തൊഴിലാളികളാകേണ്ട ആവശ്യമില്ല. തൊഴിൽ ചെയ്യുന്നവരല്ല ആകേണ്ടത്. സ്വതന്ത്രരായ മനുഷ്യരായി മാറുന്നതിനാണ്, നമ്മളെ സഹായിക്കുന്നതിനാണ് ഈ മെഷീൻ മുഴുവൻ ഉണ്ടായത്. നമ്മുടെ വർക്ക് അവർ കുറച്ച് നേരം മാത്രം ചെയ്യുകയും ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറുന്നതിനാണ്. അതുകൊണ്ട് നമ്മളെന്തിനാണ് AI വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ധനം പങ്കുവെക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. എവിടെയാണ് അത് മനസ്സിലാക്കുന്നത്? അവിടെ സോഷ്യലൈസേഷൻ നടക്കുന്നില്ല. സോഷ്യലൈസേഷനാണ് നടക്കാതിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടുത്തെ റോഡ്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത് മുഴുവൻ പണ്ട് കൊട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് എല്ലാവർക്കും വീടുള്ളത്. ഇതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്ടാകുന്ന AI വന്ന് ചെയ്യുന്ന എല്ലാ പണിയും ചെയ്തോട്ടെ, അതിൻ്റെ മുഴുവൻ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരായിട്ട് മാറും. അത് മാറാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയേണ്ടത്. ഇപ്പോഴതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. പാലത്തിനകത്ത് ഞാൻ ടാക്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയുടെ ടാക്സ് കൊടുക്കുന്നുണ്ട്? 10 രൂപ കൊടുത്താൽ പാലം ഉണ്ടാവുമോ? അപ്പോൾ കളക്റ്റീവായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ പങ്ക് അതിനകത്ത് ഇടുന്നത് കൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ വേശ്യ എന്നുള്ള പദത്തിന് പകരം ലൈംഗിക തൊഴിലാളി എന്നാക്കി അതിന് ഒരുപാട് സമരം ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഭാര്യ എന്നുള്ള പദം കൊണ്ടുണ്ടാവുന്ന ലൈംഗിക പങ്കാളി അല്ലാതെ ലൈംഗിക ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്നും കേരളത്തിൽ ഈ സ്പാ പോലുള്ള ഒരുപാട് ഒളിയും മറയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സെക്ഷൽ എന്താ പറയുക ഡിസയർ അല്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈംഗിക തൊഴിലാളിയെ ആശ്രയിക്കുന്ന ഒരു തെറ്റാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ ഈ പറഞ്ഞതുപോലെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോഴും ഇയാൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ മുഴുവൻ പുരുഷന്മാരെ പറ്റി മാത്രമേ വിചാരിക്കുന്ന ഇയാള്. ആ ശരിയാ. ആ അതുണ്ട്. ആ ചോയ്സ് ആണ്. ലൈംഗിക തൊഴിലാളികളൊന്നും അല്ല ഉണ്ടാകണ്ടേ. ആ രണ്ട് മനുഷ്യർക്ക് തമ്മിൽ അവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൺസെന്റോടെ ചെയ്യാനായിട്ട് അനുവദിക്കുന്നതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ലൈംഗിക തൊഴിലാളികളെ ഉണ്ടാക്കേണ്ട ആവശ്യം. ഇയാൾ പുരുഷന്മാരുടെ വശത്തു നിന്ന് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നാ കുറച്ച് ജെൻഡർ ന്യൂട്രൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുക. ഞാൻ ഈ പറയുന്നത് രണ്ട് മനുഷ്യർ തമ്മിൽ ഇഷ്ടത്തോടെ പെരുമാറുകയും അവർക്ക് ലൈംഗികമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ പരസ്പരം ചെയ്തോളും. അതിനകത്ത് എന്തിനാണ് നമ്മൾ വേറെ കാര്യങ്ങൾ പറയുന്നത്? അവരത് ചെയ്യരുതെന്ന് പറയേണ്ട കാര്യം എന്താ? ജാതി നിൽക്കുന്നത് കൊണ്ടും ഹെയറാർക്കിക്കലായ നിങ്ങൾ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കിയാൽ നമ്മുടെ ജാതിയും നമ്മുടെ സമൂഹത്തിലെ സ്ഥാനവും പദവിയും പോകുമെന്ന് പറയുന്ന കാരണം കൊണ്ടാണ് ചെയ്യാൻ അനുവദിക്കാത്തത്. പ്രണയിക്കാൻ അനുവദിക്കുന്ന ആൾക്കാർ തമ്മിൽ വഴക്കിടാതെ അത് ചെയ്തോളും. അതിനെന്തിനാ നിയന്ത്രിക്കുന്നത്? അതിന് ആളുകൾ ഇത് വിൽക്കണം. നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ നിങ്ങൾ വിറ്റോ, അത് വേറെ കാര്യം. അതൊരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. അത് കുടുംബത്തിന് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് കോടതി വിധിക്കുമ്പോഴും അത് തന്നെ അർത്ഥം. അതല്ല നമുക്ക് വേണ്ടത്. മനുഷ്യർ പരസ്പരം ഇടപെടാൻ അനുവദിച്ചാൽ മാത്രം മതി. ലൈംഗിക തൊഴിലൊന്നും നമ്മൾ ഉണ്ടാക്കണ്ട. അതേ സമയത്ത് ഇഷ്ടമുള്ള പെണ്ണ് എനിക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇയാൾ പൊക്കോളും. അത് ലൈംഗിക തൊഴിലായിട്ട് തന്നെ നമുക്ക് അതിനെ കാണാനും ചെയ്യാൻ പറ്റും. പുരുഷൻ്റെ കൂടെ നിൽക്കാനായിട്ട് സ്ത്രീകൾ കാശ് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കാശുണ്ട്, ഞാൻ നിനക്ക് വണ്ടിക്കൂലി എടുത്ത് തരാം, എൻ്റെ കൂടെ വാ എന്ന് പറയരുതോ? ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് പരസ്പരം ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അത് അനുവദിക്കാതെ നിങ്ങൾ തൊഴിലാളികളെയൊക്കെ ഉണ്ടാക്കാൻ നടക്കുന്നത് എന്തിനാണ്? തൊഴിലാളികളെ നമുക്ക് വേണ്ട. പക്ഷെ മൈത്തരം തന്നെ ഈ പരസ്പരം രണ്ടാളുകൾ തമ്മിൽ ലോയാലിറ്റി ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം, ആത്മാർത്ഥത ഉണ്ടാവണം, പിന്നെ അവർ പരസ്പരം തുടരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലാ. ആ ഇത് നമ്മൾ എത്രയോ ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പ്രഷ്യസ് ആണെന്ന് വിചാരിക്കുന്ന കാരണം കൊണ്ടാണ്. അതൊക്കെ ഈ ജാതി സമൂഹങ്ങളെ നിലനിർത്താൻ വേണ്ടിയാണ് അത് പ്രഷ്യസ് ആക്കിയത്. എങ്ങനെ? എന്ന് ഞാൻ എൻ്റെ ജാതിക്കാർ തന്നെ ഇവിടെ നിൽക്കണം, അവർ തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അല്ലാതെ എന്ത് കാര്യമാണ്? കാപ്പ് കുടിക്കുന്ന പോലെ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമല്ലേ അത്? തേഞ്ഞു പോയവല്ലോ. ഇനി കുട്ടി ഉണ്ടാകുന്നതാണല്ലോ പ്രശ്നം. അതിന് ഇത്രയും കോണ്ടോ ഇത്രയും സാധനം കണ്ടുപിടിച്ച സ്ഥിതിക്ക് പിന്നെ എന്ത് കുട്ടി ഉണ്ടാകുന്ന കാര്യം? ആളുകൾ തമ്മിൽ ഇഷ്ടത്തോടെ പെരുമാറുന്നതിനും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണോ വേണ്ട എന്നുള്ള കാര്യം നമ്മൾ രോഗം വരുത്താതെ എങ്ങനെ ബന്ധം ഉണ്ടാക്കാം, ഇതൊക്കെ പഠിപ്പിക്കേണ്ടതുണ്ട്. വണ്ടി ഓടിക്കാൻ അനുവദിക്കേണ്ടതുണ്ട്. പക്ഷെ ബ്രേക്ക് ചവിട്ടാനും ഹെൽമെറ്റ് വെക്കാനും പഠിപ്പിക്കുന്ന പോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് അത്. അതിനെ മോണിറ്റർ ചെയ്ത് എന്തിനാ ചെയ്യേണ്ട ആവശ്യം? അല്ലാതെ വണ്ടിയെല്ലാം പെരക്കകത്ത് വീട്ടിലിട്ടേച്ചാൽ മതി എന്ന് പറയുന്നതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. 18 വയസ്സ് വരെ വണ്ടി ഓടിക്കണ്ട. അങ്ങനെ ഉണ്ടോ? നിങ്ങൾക്ക് ഇത് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ലൈംഗികമായ ബന്ധത്തിലൂടെ കുഞ്ഞുണ്ടാകും. കുട്ടികളായിരിക്കുന്നവർ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയാൽ ആ കുട്ടിയെ നോക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരും. നിങ്ങളിപ്പോൾ ആശ്രയിച്ച് കഴിയുന്നവരാണ്. ഇത്രയാണ് പഠിപ്പിക്കേണ്ടത്. കുട്ടികൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കരുതെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യം എന്താ? ആ കുട്ടികൾ ഇപ്പോൾ നമ്മളെ ആശ്രയിച്ച് വളരുന്നവരായി നിൽക്കുന്നുണ്ട്. അവർ കുട്ടികളെ ഉണ്ടാക്കിയാൽ അവരെ നോക്കാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് കുട്ടി ഉണ്ടാകരുതെന്ന് പറയുന്നത്. അല്ലാതെ തെറ്റായത് കൊണ്ടല്ല, ജാതി മാറുന്നത് കൊണ്ടല്ല. അല്ല ചിലപ്പോ ഇതൊന്നും അല്ല പ്രശ്നം. ചിലപ്പോ കുട്ടികളെ വളർത്താനുള്ള സൗകര്യം ഇല്ലാത്ത അവസ്ഥ അങ്ങനെ. സൗകര്യം ഉള്ള സമയത്തേ കുഞ്ഞുണ്ടാകാവൂ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടായി കഴിഞ്ഞല്ലേ. ലൈംഗികത തെറ്റാകുന്നത് എങ്ങനെയാണ്? ഇഷ്ടമുള്ള ലോകത്തെല്ലാ ജീവികളും ജീവൻ തുടരുന്ന സ്ഥലമല്ലേ, അതെങ്ങനെ തെറ്റാകുന്നത്? ഇത് മുഴുവൻ ഈ ജാതി സമൂഹങ്ങൾ ഉണ്ടാക്കിയതല്ലയോ. അവരുമായി ബന്ധം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന വഴിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ലൈംഗികത തെറ്റായത്. മൈത്രനപ്പോ ലൈംഗികതയിലും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളാണോ വേണ്ടത്? എങ്ങനെയാണ് അറിഞ്ഞ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക വേണ്ടത്? ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഏതാണ് ന്യൂട്രീഷ്യസ് ആയ ഫുഡ്, ഏതാണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കേണ്ട സ്ഥലങ്ങളാണ്. വണ്ടി ഓടിക്കുമ്പം എന്തെല്ലാം സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചാൽ പോരെ. അപ്പോൾ ലൈംഗികത എത്ര വയസ്സ് തൊട്ട് പഠിപ്പിച്ച് തുടങ്ങണം? നമ്മൾ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ജനിക്കുന്ന കുഞ്ഞിനോട് പഠിപ്പിക്കേണ്ട അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പഠിപ്പിച്ചാൽ മതി. ലൈംഗികമായ കാര്യങ്ങളിൽ 10 വയസ്സ് വരെ ആർക്കും ഒരു താല്പര്യവും കാണത്തില്ല.
ഉം. കാരണം നമുക്ക് അതിന്റെ ചോദന ഉള്ളിൽ നിന്നാണ്. വിശപ്പില്ലാത്തപ്പോൾ നിങ്ങൾ തിന്നാൻ ശ്രമിപ്പിച്ചാൽ ഭയങ്കര പാടാണ്. അതെ അതെ അതെ. അത് ഈ ലൈംഗികമായ ത്വര ഉണ്ടാകുന്നത് ഒരു 10 വയസ്സിന് അപ്പുറത്തോട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്. ആ സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ കുഞ്ഞുണ്ടാകും. ഉം. മെൻസ്ട്രേഷൻ വന്ന് നിനക്ക് അണ്ഡം ഉണ്ടായി, നിനക്ക് സ്ഖലനം ഉണ്ടായി, നിനക്ക് കുഞ്ഞുണ്ടാകും. ഇത്രയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുണ്ടായി പോകും. ആ കുഞ്ഞുണ്ടായാൽ അതിനെ വളർത്താൻ പറ്റത്തില്ല. വളർത്താൻ പറ്റാനൊക്കെ നീ തന്നെ ഞങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇത്രയും പഠിപ്പിച്ചാൽ പോരെ. അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ മാർഗ്ഗങ്ങൾ പാലിക്കണം. രോഗം വരാനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പലതരത്തിലുള്ള ബന്ധങ്ങളിനകത്തൂടെ രോഗാണുക്കളുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചാൽ പോരെ. വെള്ളം തിളപ്പിച്ച് കുടിക്കണമെന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഇത്. ഇതൊന്നും ഈ അത്ഭുതകരമായി ഇതിനകത്തിരിക്കുന്നത്. ജാതി സമൂഹം കൊണ്ടാടും അതൊക്കെ ഉണ്ടായത്. ഞങ്ങളുടെ കൂടെ നിങ്ങളെ കൂട്ടാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് നിങ്ങൾ വേറെ ആരുമായി ബന്ധം ഉണ്ടാക്കരുതെന്ന് പഠിപ്പിക്കുന്ന മുഴുവനും ജാതി കാരണമാണ്. മതവിശ്വാസം കാരണമാണ്. ഈ വിഷയങ്ങളാണത്. ഗോത്രബോധത്തിനകത്ത് വേറെ ആരുമായി ബന്ധം ഉണ്ടാക്കരുതെന്ന് പഠിപ്പിക്കുന്ന യുക്തി കൊണ്ടാണ് അതുണ്ടായത്. ഇപ്പൊ ഈ 18 വയസ്സിന് മുമ്പ് സെക്സ് 18 വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൂടാന്നല്ല പഠിപ്പിക്കേണ്ടത്. ആ. ഏർപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് പഠിപ്പിക്കേണ്ടത്. അത് 18 വയസ്സ് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. കുട്ടി ഉണ്ടാകാതെയും അല്ലാതെ ആളുകൾ തമ്മിൽ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും ലൈംഗികമായി പരിശോധിക്കാനും അനുവദിക്കാതിരിക്കേണ്ട കാരണം എന്താണെന്നാ പറയണ്ടേ. ഇത് ഈ ആളുകൾ ഇപ്പൊ ഈ ടച്ചിനെ പറ്റി Good ഇതൊക്കെ touch, പഠിപ്പിച്ചിട്ട് touch, ആ. ഭീതിജനകമായ ഒരു ദിവസം ഒരാളെ ഉണ്ടാക്കുന്നേ. ഉം, ഉം. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിച്ചാൽ അപ്പുറത്തുള്ളവർ വെറുക്കാൻ പഠിക്കുന്ന സ്ഥലം എത്തും. അയിത്തം പഠിപ്പിക്കുന്ന പോലെ ഒരു ഏരിയ അതിന് അപ്പോഴും നിൽക്കും. അതെങ്ങനെയാ? ഇവരുടെ തൊടുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ തൊടാൻ അനുവദിക്കാൻ ഇയാൾ പരിശീലിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് ഒരിക്കലും തൊട്ടുകൂടാന്ന് പഠിപ്പിച്ചിടത്തെല്ലാം വേറൊരു കല്യാണം കഴിച്ച ദിവസം തൊട്ട് തൊടാൻ പോകുമ്പോൾ ഇവൻ എന്ത് ഈ കാണിക്കുന്നതെന്നല്ലേ ആലോചിക്കാൻ പറ്റൂ. പക്ഷെ മൈത്രൻ അത് എവിടെയാണ് തുടരുതെന്ന് പഠിപ്പിച്ച അടുത്ത് ഒരാൾ തൊടാൻ ശ്രമിച്ചാൽ സമ്മതിക്കുവോ? ഭയങ്കര ശരിയാണ്. പാടല്ലേ. Conditioning ആ ഒരു വിധത്തിൽ അങ്ങനെ നമ്മുടെ ആയിപ്പോകുമ്പോ- നമ്മുടെ തലയ്ക്കകത്ത് മുഴുവൻ തെറ്റ് ചെയ്യുന്നത് മുഴുവൻ സമയം പക്ഷെ അപ്പൊ തോന്നത്തില്ലേ. എങ്ങനെ ഇപ്പൊ ഒരു കുട്ടീനെ ഇത് ഇപ്പൊ നീ ഇങ്ങനെ കുട്ടികൾ തമ്മിൽ നമ്മൾ വലിയവര് കുട്ടികളെ തൊടുന്നതിനെ പറ്റിയാ പറയേണ്ടത്. കുട്ടികൾ തമ്മിൽ തൊടാതിരിക്കാൻ അനുവദിക്കാതിരിക്കേണ്ട കാര്യം എന്താ? ഇയാൾ എപ്പോഴും ആലോചിച്ചാൽ താൻ പോയിട്ട് ഒരു കൊച്ചിനെ പിടിക്കുന്ന കഥയിലാണ് താൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. അങ്ങനല്ല. രണ്ട് കുട്ടികൾ തമ്മിലും ഇഷ്ടം കൊണ്ട് പ്രണയിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് അനുവദിക്കാൻ പറ്റാത്തടത്ത് നമ്മൾ ചെന്ന് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗുട്ടച്ചും ബാറ്റച്ചും പഠിപ്പിക്കുന്ന സമയത്ത് പ്രായമുള്ളവർ പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളെ തൊടുന്ന കഥയില്ലാത്താണ് എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനല്ലത്. കസിൻ പണ്ടൊക്കെ ആണെങ്കിൽ കസിൻസ് എല്ലാം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉമ്മ വയ്ക്കത്തില്ലായിരുന്നു. ഇതൊന്നും സമ്മതിക്കാതായിപ്പോയില്ലേ. ലൈംഗികത തെറ്റാണെന്ന ബോധത്തോടാണ് ഇന്ന് ഈ ലൈംഗിക വിദ്യാഭ്യാസക്കാർ പഠിപ്പിക്കുന്നത്. അല്ല ഇപ്പൊ ഇതിനെങ്ങനെ ചൈൽഡ് അബ്യൂസിനോ അല്ലെങ്കിൽ അതിന്റെ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് പ്രായമുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ കുട്ടികൾ തമ്മിൽ പരസ്പരം ചെയ്യുന്നതല്ല ചൈൽഡ് അബ്യൂസ്. പക്ഷെ അതല്ല അവിടെയാണ്. 18 വയസ്സായോ ഇല്ലയോ എന്ന് ഒരു വയസ്സിന് മൂത്ത് പോയാൽ തെറ്റുകാരായി. അപ്പൊ ഇതിനെങ്ങനെ നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാം? കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ സുരക്ഷിതമായ മാർഗ്ഗങ്ങളുണ്ടെന്നും ഇപ്പം നിങ്ങൾ ഈ ലൈംഗികമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും ഈ ബയോളജി പഠിപ്പിക്കുന്ന എല്ലാ ജീവികളും തമ്മിൽ ബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചാൽ പോലെ എന്തോ കാര്യം എന്താ പ്രശ്നം, എങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നതെന്നും ഇത് അത്ഭുതകരമായിട്ട് തോന്നത്തേ ഇല്ല. അപ്പം ഇതൊക്കെ പഠിപ്പിക്കാനൊക്കെ നന്നായി അറിയുന്നവരത്തിനാണ് ഞാൻ. എനിക്കിതൊരു പ്രശ്നമില്ല ഇത് പറഞ്ഞു കൊടുക്കാൻ, ഒരു പാടുമില്ല ഈ വിഷയമൊക്കെ പറയാൻ. ഇപ്പം ഈ ആൾക്കാർ നടത്തുന്ന ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലൈംഗികത വെറുത്തും പേടിച്ചിട്ടും ചെയ്യുന്ന ഒരു സാധനമായിട്ട് മാറും. മനോരോഗികളെ ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കും. അതിനൊന്നും ഒരു സംശയം നമുക്ക് വേണ്ട. വയലന്റ് ആയ ആൾക്കാരെ തന്നെ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഈ ലൈംഗിക ഫാന്റസി മുഴുവൻ അങ്ങനായി മാറുന്നത്. കാരണം തൊടുകയും കാണുകയും ചെയ്യാതാ വളരുന്നത്. ബ്ലൗസ് ഇടാതിരുന്ന മനുഷ്യരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ. അത് ഒരു ക്ലാസ്സിനും ഇല്ലായിരുന്നു. എല്ലാവരും അങ്ങനെയായിരുന്നു. ഇവിടെ ഈ തോട്ടിന്റെ കാര്യത്തിലെല്ലാം എത്താത്തോർത്ത് മുലക്കച്ച കെട്ടി കുളിച്ചോണ്ടിരുന്ന സ്ത്രീകളായിരുന്നു. ഇന്ന് സാരിക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാതായി വസ്ത്രത്തിൽ കുടുങ്ങിപ്പോയ സ്ത്രീകള്. ലോകത്തെ എവിടെ പോയാലും ഇന്ത്യക്കാർ വസ്ത്രം ഇട്ടാണ് ഈ കടലിലെല്ലാം കുളിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവർക്കും അങ്ങനെ ചത്തുപോകും. വെള്ളത്തിലിറങ്ങിയ മുങ്ങി ചത്തുപോകും. കാരണം നീന്താൻ പറ്റത്തില്ല. എത്ര അസംബന്ധം പിടിച്ച ജീവിതമാണ് നമ്മുടെ എല്ലാം. നമ്മുടെ ശരീരം അപമാനകരമായി മാറിപ്പോയില്ലയോ ഈ ബോധം കൊണ്ട്. ശരീരത്തിൽ എവിടെയാണ് ഈ അപമാനകരമായ കാര്യങ്ങൾ ഇരിക്കുന്നത്?
എടോ ഈ വസ്ത്രങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിനെ മോടി പിടിപ്പിക്കാൻ ഇട്ട് തുടങ്ങിയതാണ്. ഉം. കാണാൻ കൗതുകം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടായതാണ്. അത് സ്ഥാനമാനങ്ങളായി പിൽക്കാലത്താ മാറിയത്. അത് ജാതി സമൂഹത്തിന്റെ യുക്തി കൊണ്ടാണ് നിങ്ങൾക്ക് ആ വസ്ത്രം ഉപയോഗിക്കാൻ അനുവാദമില്ലെന്ന് വരുന്നതുകൊണ്ടാണ് പദവിയോട് ബന്ധപ്പെട്ടപ്പോഴാണ് മാനം ഉണ്ടായത്. അല്ലാതെ നാണം മറയ്ക്കാനല്ലത്. നാണം ഉണ്ടാകുന്നത് പദവിയായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ടാണ് വസ്ത്രം ഊരുമ്പോൾ നാണം നമ്മൾ അനുഭവിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ഇട്ടിരിക്കുന്ന ഷർട്ട് മറ്റുള്ളവരെ ആകർഷിക്കാനാണ് ആ വസ്ത്രം നോക്കുന്നത്. അതെ, വസ്ത്രത്തിന്റെ മെയിൻ ഫംഗ്ഷൻ അതാണ്. മറ്റുള്ളവരെ അല്ല കാണിക്കാൻ. തണുപ്പിനും ചൂടിനും ഇടുന്നതാണെന്നൊക്കെ ആൾക്കാർ പറയും. അങ്ങനല്ല. തണുപ്പിനും ചൂടിനും ഇടുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സംശയവും എനിക്കില്ല. അത് രണ്ട് ഉപയോഗം വരുന്നുണ്ട്. പക്ഷേ വസ്ത്രത്തിന്റെ പ്രാഥമികമാണ് തലയിലൊരു തൂവൽ വയ്ക്കുന്നത്, ചെവിയിലൊരു പൂവ് വയ്ക്കുന്നത്, ഇതെല്ലാം തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ശരീരത്ത് മുഴുവനും പച്ച കുത്തിയിട്ടാണ് ഈ ഗോത്രവർഗം മുഴുവൻ നിന്നിട്ടുള്ളത്. അങ്ങനെയായിരുന്നു അവരെ പ്രദർശിപ്പിച്ചിരുന്നത്. അല്ലാതെ ഒരുക്കുകയാണ്. ഇവരുടെ നഗ്നത മുഴുവൻ സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അതിനകത്ത് കൗതുകം പോകും. ഉം. അതുകൊണ്ടാണ് അത് മറഞ്ഞിരിക്കുന്നത് ഒന്ന് തുറന്ന് കാണുമ്പോൾ അത്ഭുതകരമായി അനുഭവിക്കുന്നത്. ആകർഷിക്കാനാണ് വസ്ത്രം. അത് പ്രാഥമികമാണ്. അത് പദവിയായി മാറിയത് പിൽക്കാലത്താണ്. അത് രാജാക്കന്മാർ മേല് കീഴുള്ള നിങ്ങൾക്ക് ഈ വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ആ വസ്ത്രം ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഗമയുള്ള ആളായി മാറിയപ്പോഴാണ് മാനമായിട്ട് മാറുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈ സമൂഹം രൂപപ്പെട്ടു വന്നതെന്നുള്ള അറിവില്ലാത്ത ആൾക്കാർ ഇതിന്റെ മേളിലൊക്കെ അങ്ങ് ഭയങ്കര ചർച്ചയൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിക്കും, ഇവന്മാരുടെ എന്ത് പറയും എന്നാലോചിച്ചു പോകും.